ഹലോ, ഞാൻ സുരേഷ് കെ എസ്. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ഡീൽ ചെയ്യുന്നത് ഓട്ടോകാഡിലെ ടെക്സ്റ്റ് എന്ന ടൂളിനെ കുറിച്ചാണ്. ടൂളാണ് ഡീൽ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ടെക്സ്റ്റിന് വേണ്ടി ഒരു ലെയർ ഉണ്ടാക്കാം. ഈ ലെയർ പ്രോപ്പർട്ടീസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഒരു ലെയർ ഉണ്ടാക്കുക. ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. ലെയർ 1 എന്നുള്ളിടത്ത് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനൊരു കളർ കൊടുക്കാം. ഈ കളർ ഏതെങ്കിലും ഒരു കളർ കൊടുക്കുക. നമ്മൾ ഈ ഒരു കളർ കൊടുക്കുന്നു. ഓക്കെ അടിക്കുന്നു. ഇനി നമുക്ക് ഈ ലെയർ പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്യാം. ശേഷം ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് ഈ ലെയർ നമുക്ക് കറണ്ട് ലെയർ ആക്കാം. മാത്രമല്ല ഈ ഫ്ലോർ ഹാച്ച് എന്നുള്ള ഈ ലെയർ നമുക്ക് ഫ്രീസ് ചെയ്യാം. കാരണം അവിടെ ടെക്സ്റ്റ് വരുന്നതാണ്, അത് ഫ്രീസ് ചെയ്യാം. ഓക്കെ അടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽ ഉണ്ടാക്കാം. സ്റ്റൈലിന് വേണ്ടി ഷോർട്ട് കട്ട് ST ആണ്. ST എൻ്റർ. ഇപ്പോൾ സ്റ്റൈലിൻ്റെ ഡയലോഗ് ബോക്സ് വന്നു കഴിഞ്ഞു. ഇവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഒരു ഡിഫോൾട്ട് സ്റ്റൈലുണ്ട്. നമുക്ക് വേറൊരു സ്റ്റൈലാണ് കൊടുക്കേണ്ടത്. ആ സ്റ്റൈലിന് ന്യൂ സ്റ്റൈൽ എന്ന് പറഞ്ഞ സെലക്ട് ചെയ്യുക. ന്യൂ സ്റ്റൈൽ. അതിന് സ്റ്റൈൽ 1 എന്ന് പറഞ്ഞതിന് നമുക്ക് ആദ്യം ലേബൽ എന്ന് കൊടുക്കാം. കൊടുക്കാം. ഇനി ആ സ്റ്റൈലിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഏരിയലിലാണ് നടക്കുന്നത്. നമുക്ക് ഏരിയൽ വേണമെങ്കിൽ ഏരിയൽ മതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഏരിയൽ സെലക്ട് ചെയ്യാം. ഇനി അതിൻ്റെ ഹൈറ്റ് നമുക്ക് 12 ഇഞ്ച് കൊടുക്കാം. ഒരടി. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ലേബൽ ഒന്ന്, ഇനി അടുത്തൊരു സ്റ്റൈൽ കൂടി വെക്കാം. അതിന് ന്യൂ പിന്നെയും ക്ലിക്ക് ചെയ്യുക. അതിന് നമുക്ക് കൊടുക്കേണ്ടത് ടൈറ്റിൽ എന്നുള്ളതാണ്. ടൈറ്റിൽ. ടൈറ്റിൽ എന്നാണ് അതിൻ്റെ നെയിം കൊടുക്കേണ്ടത്. ഓക്കെ അടിക്കുക. അതിന് നമുക്ക് വേറെ ഏരിയലല്ല, വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. നമുക്ക് ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക. ടൈംസ് ന്യൂ റോമൻ ആയാലും അത് മതിയാവും. ടൈംസ് ന്യൂ റോമൻ സെലക്ട് ചെയ്യുക. അതിൻ്റെ നമുക്ക് വേണമെങ്കിൽ റെഗുലർ എന്നുള്ളത് നമുക്ക് ബോൾഡ് ആക്കാം. സെലക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5 അടി ആക്കാം. 18 ഇഞ്ച്. 18 എൻ്റർ. അപ്പോൾ അതും നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. അപ്പോൾ ലേബൽ എന്നുള്ളതും ടൈറ്റിൽ എന്നുള്ളത് രണ്ട് ടെക്സ്റ്റ് സ്റ്റൈലുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് എവിടെയാണ് ഈ ടെക്സ്റ്റുകൾ വേണ്ടതെന്നാണ്. അതിന് നമുക്ക് ലൈൻ വരച്ച് ഒരു മിഡ് ലൈനൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഈ മിഡിൽ പോയിന്റും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ചെയ്യാം. അപ്പോൾ ഒരു ലൈൻ എടുക്കാം. ഈ ലൈൻ കമാൻഡ് എടുക്കാം. ഈ റിഡ്ജ് ലൈൻ, റൂഫിൻ്റെ ഈ റിഡ്ജ് ലൈൻ ഉണ്ട്. ഈ റിഡ്ജ് ലൈനിൻ്റെ സെൻറ്ററിൽ നിന്ന് അത് ആരംഭിക്കാം. ശേഷം ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ ഫ്ലോർ ഫ്രണ്ട് എലവേഷൻ്റെ അടിയിലേക്ക് പോയി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ പോയിന്റ് കിട്ടാൻ, ഈ മിഡ് പോയിന്റ് കിട്ടാനായിട്ട് നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ഈ ലൈൻ, അടിയിലത്തെ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുക. അത് 3 അടി ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. O എൻ്റർ. 3 അടി ഓഫ്സെറ്റ് ചെയ്യുക. 3 feet. ഇത് ഓഫ്സെറ്റ് ചെയ്യുക. ഇനി ഇതും ഓഫ്സെറ്റ് ചെയ്യുക. അതായത് ഫ്രണ്ട് എലവേഷൻ്റെ ബേസ് ലൈൻ അത് 4 അടി ഓഫ്സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഇൻ്റർസെക്ഷൻ പോയിന്റിൽ നമുക്ക് നമ്മളുടെ ടൈറ്റിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിനി നോക്കാം. ആദ്യം ഈ ഭാഗത്ത് വയ്ക്കാം. അപ്പോൾ DT എന്നാണ് ശരിക്കും നമ്മൾ സിംഗിൾ ലൈൻ ടെക്സ്റ്റിൻ്റെ ഷോർട്ട് കട്ട് DT. അപ്പോൾ DT എന്ന് അടിക്കുക. DT എൻ്റർ. കൺട്രോൾ
DT എൻ്റർ. അപ്പോൾ അതിൽ നമുക്ക് ടൈറ്റിൽ എന്ന് വന്നിട്ടുണ്ട്, കറണ്ട് ടെക്സ്റ്റ് സ്റ്റൈൽ ടൈറ്റിലാണെന്ന് വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ഹൈറ്റ് 1.5 അടിയാണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റിഫൈ ചെയ്താൽ മതി നമുക്ക് എവിടെയാണ് വേണ്ടതെന്നുള്ളതിന്. അപ്പോൾ ജെ അടിക്കുക അല്ലെങ്കിൽ ജസ്റ്റിഫൈ അടിക്കുക, ജെ എൻ്റർ. നമുക്കിത് സെൻറ്ററിലാണ് വേണ്ടത്, അപ്പോൾ സെൻറ്റർ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ സി എന്നടിക്കുക, സി എൻ്റർ. ഇപ്പോൾ സെൻറ്ററിലാണ്. ഈ സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് എന്ന് കാണിക്കുന്നുണ്ട്, നമുക്ക് ഈ പോയിന്റ് കാണിക്കാം, ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിന്റ് കാണിക്കാം ഇവിടെ. ഇനി സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ആംഗിൾ നടക്കണം, അത് 0 തന്നെ, നമുക്കൊന്നും ചെയ്യാനില്ല, എൻ്റർ അടിച്ചാൽ മതി, എൻ്റർ അടിക്കുക. അപ്പോൾ അവിടെ ഒരു ബ്ലിങ്കിങ് ലൈൻ വന്നു കഴിഞ്ഞു, അവിടെയാണ് ടെക്സ്റ്റ് വരുന്നത്. നമുക്കിവിടെ ഇനി ഫ്ലോർ പ്ലാൻ എന്ന് ടൈപ്പ് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക, പിന്നീട് എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടുത്തെ അത് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നോക്ക്, ഇങ്ങോട്ട് ഇവിടെ ഇത് തന്നെ, ഇത് എല്ലാ പ്രീവിയസ് കമാൻഡ് കിടപ്പുണ്ട്, അപ്പം എൻ്റർ ചെയ്താൽ മാത്രം മതി, എൻ്റർ അടിക്കുക. അപ്പോൾ സ്പെസിഫൈ ടെക്സ്റ്റ് സെൻറ്റർ പോയിന്റ് എന്ന് വരുന്നുണ്ട്, കാരണം സെൻറ്റർ പോയിന്റ് നേരത്തെയുള്ള സെൻറ്റർ പോയിന്റ് അത് തന്നെ പ്രീവിയസ് പോയിന്റ് അതിനൊരു സെൻറ്ററിൽ തന്നെ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, സ്പെസിഫിക് റൊട്ടേഷൻ ആംഗിൾ അത് 0 തന്നെ, അപ്പോൾ എൻ്റർ അടിക്കുക. അവിടെ ഇങ്ങനെ ബ്ലിങ്കിങ് ലൈൻ വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ എന്ന് ടൈപ്പ് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത്. ഇനി എൻ്റർ ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം അത് ഇനി നമുക്ക് ഈ ലൈനുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പം ആ ലൈനെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റൈലാണ്, ടെക്സ്റ്റ് സ്റ്റൈലാണ് നമുക്ക് ശരിയാക്കേണ്ടത്. ആ സ്റ്റൈലിലുള്ള ആണ് നമുക്ക് ടെക്സ്റ്റ് വേണ്ടത്. അതായത് ടെക്സ്റ്റ് സ്റ്റൈലിന് വേണ്ടി നമുക്ക് ഇതുപോലെ DT എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റൈൽ മാറ്റാം, DT എൻ്റർ. ഇപ്പോൾ കിടക്കുന്നത് സ്റ്റൈൽ ടൈറ്റിലാണ്, നമുക്ക് വേണ്ടത് ഇനി ലേബലാണ്. അപ്പോൾ ഇവിടെ സ്റ്റൈൽ എന്നുള്ളതിന് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി, എന്നിട്ട് ലേബലാക്കാം, അല്ലെങ്കിൽ എസ് അടിച്ചാൽ മതിയാകും. അപ്പോൾ ഇതിന് സ്റ്റൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഈ വിൻഡോയിൽ കമാൻഡ് വിൻഡോയിൽ കാണുന്ന സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എസ് എന്ന് അടിച്ചാൽ മതി, എസ് എൻ്റർ. അപ്പോൾ ഇവിടെ കിടക്കുന്ന എൻ്റർ സ്റ്റൈൽ നെയിം ടൈറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ ടൈറ്റിൽ ലേബൽ എന്ന് കൊടുക്കാം, ടൈറ്റിലല്ല ലേബൽ ആണ് നമുക്ക് വേണ്ട സ്റ്റൈൽ. അപ്പോൾ ലേബൽ എന്ന് അടിക്കുക. ഇപ്പം ലേബൽ എന്നുള്ള സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം, ഈ ഭാഗത്താണ് ആ ലേബൽ നമുക്ക് വേണ്ടത്. അതായത് ശരിക്കും കിച്ചൺ, ബെഡ്റൂം ഇങ്ങനെയുള്ള ലേബലുകളാണ് വേണ്ടത്. നമുക്കിവിടെ കിച്ചൺ ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി റൊട്ടേഷൻ ആംഗിളാണ് വയ്ക്കുന്നത്, അത് 0 മതി. അപ്പോൾ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ അവിടെ ഇങ്ങനെ ബ്ലിങ്കിങ് ലൈൻ വന്നു കഴിഞ്ഞു. ഇവിടെ നമുക്ക് കിച്ചൺ എന്ന് കൊടുക്കാം. കിച്ചൺ എന്ന് കൊടുക്കാം. ഇനി എൻ്റർ അടിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെല്ലാം കോപ്പി ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്ത് കോപ്പി ചെയ്യാം. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്താൽ മതിയാവും. അതിന് എളുപ്പവഴി ഇത് ആദ്യം ഇങ്ങനെ സെലക്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഗ്രിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ശരിക്കും റെഡിഷ് കളറാവും. കഴിഞ്ഞിട്ട് സ്പേസ് ബാർ ഏത് ചെയ്യുക, പ്രസ് ചെയ്യുക, പിന്നെ സി പ്രസ് ചെയ്യുക, പിന്നെ എൻ്റർ അടിക്കുക, സ്പേസ് ബാർ സി എൻ്റർ. അപ്പോൾ ഇങ്ങനെ നമുക്കിത് തന്നെ കോപ്പി ചെയ്യാൻ പറ്റും, എവിടെ വേണമെങ്കിലും കോപ്പി ചെയ്യാൻ പറ്റും. ഈ കോപ്പി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓസ്നാപ്പ് ഓഫ് ചെയ്യുക, ഇതും ഓഫ് ചെയ്യുക, ഓർത്തയും ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് കോപ്പി ചെയ്യാം. ഇങ്ങനെ കോപ്പി ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ 5 സ്ഥലത്ത് നമ്മൾ കോപ്പി ചെയ്ത് ഇനി എസ്കേപ്പ് ചെയ്യാം.
എസ്കേപ്പ്, രണ്ടാമത് എസ്കേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്താൽ മതിയാവും. ആദ്യം തന്നെ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒക്കെ നമുക്ക് മൂവ് ചെയ്ത് കൃത്യമായ സ്ഥലത്തൊക്കെ വെക്കാം. ഇനി എഡിറ്റ് ചെയ്യാം, എസ്കേപ്പ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ആദ്യം ഇത് എഡിറ്റ് ചെയ്യാം. ഇത് നമുക്ക് ലിവിങ് റൂമാണ് ആക്കേണ്ടത്. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇങ്ങനെ ഒരു ലിവിങ് റൂം എന്ന് അടിക്കാം. ഇനി 2 എൻ്റർ അടിച്ചാൽ അടുത്തിൽ പോകും. 1 എൻ്റർ അടിച്ചാൽ അത് കഴിഞ്ഞു. അടുത്ത എൻ്റർ അടിച്ചാൽ പ്രീവിയസ് കമാൻഡ് വരുന്നു, അതായത് എഡിറ്റിംഗ് ആണ്. എൻ്റർ അടിക്കുക. ഇനി കിച്ചൺ, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുക, അതിന് സിറ്റ് ഔട്ട് എന്ന് കൊടുക്കാം. ഇനി എൻ്റർ അടിക്കുക, പിന്നീട് എൻ്റർ അടിക്കുക. ഇതിന് നമുക്ക് ബെഡ്റൂം എന്ന് കൊടുക്കാം. ഇനിയും എൻ്റർ അടിക്കുക, പിന്നീട് എൻ്റർ അടിക്കുക. ഇതിന് നമുക്ക് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിന് നമുക്ക് ബാത്ത് എന്ന് കൊടുക്കാം. എൻ്റർ അടിക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ശരിയാക്കി കഴിഞ്ഞു. ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു. ഇനി ഇത് നമുക്ക് കിച്ചൺ എന്നുള്ളത് ഇത് നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ പൊക്കി ഇവിടെ വെക്കാം. ഇതിവിടെ വെക്കാം. ഈ ഭാഗത്ത് ബാത്ത് എന്നുള്ളത് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. ഇങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഇപ്പോൾ ഈ റൂഫിൻ്റെ ഈ ഹിപ്പ് ലൈൻ ഇതിൻ്റെ ഇടയിൽ വന്നൊക്കെയാണ്. നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്തത് മാറ്റാം. അപ്പോൾ ബ്രേക്ക് കമാൻഡ് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് ആ ഇടയിൽ അത് ശരിക്കും കാണാൻ പറ്റും. നമുക്ക് ഈ ടെക്സ്റ്റുകൾ കാണാൻ പറ്റുന്ന രീതിയാക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക് കമാൻഡ് BR എൻ്റർ ബ്രേക്ക് കമാൻഡ് കൊടുക്കുക. അടുത്ത് നമുക്ക് ഇവിടെ ഇത് സെലക്ട് ചെയ്ത് ഇവിടെ നിന്ന് ഇത്രയും ഭാഗം നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഇപ്പോൾ ലിവിങ് റൂം എന്നുള്ളത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് നോക്കാം. എൻ്റർ. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ ഇത് ചെയ്യാം. അപ്പോൾ ഈ ബെഡ്റൂം എന്നുള്ളത് കാണാൻ പറ്റും. ഇനി ഇതും എൻ്റർ അടിച്ച് നമുക്ക് ശരിയാക്കാം. ഇവിടെ നിന്ന് ഇവിടെ വരെ മാറ്റാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കൃത്യമായി കാണാവുന്ന രീതിയിലാക്കി. ഇപ്പോൾ നമ്മളെല്ലാം ശരിയാക്കി. ഈ കിച്ചൺ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി കൂടി മാറ്റി ഇവിടെ ഇരിക്കുക. ലിവിങ് റൂം എന്നുള്ളത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, ഇതുവരെ തന്നെ ആവട്ടെ. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അപ്പോൾ നമ്മൾ 2 രീതിയിലുള്ള ടെക്സ്റ്റും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മൾട്ടിലൈൻ ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത്. മൾട്ടിലൈൻ ടെക്സ്റ്റിൻ്റെ ഷോർട്ട്കട്ട് MT ആണ്. ഇവിടെ ടെക്സ്റ്റിൽ നിന്ന് ഇവിടെ നിന്നും മൾട്ടിലൈൻ ടെക്സ്റ്റ് കിട്ടും. അല്ലെങ്കിൽ MT എന്ന് അടിച്ചാൽ മതി. MT എൻ്റർ. നമുക്കിവിടെ ഇങ്ങനെ ഫസ്റ്റ് കോർണർ ഇവിടെ നിന്ന് ആരംഭിക്കാം. ഓപ്പോസിറ്റ് കോർണർ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കിനി ഏതെങ്കിലും ടെക്സ്റ്റ് ഇഷ്ടമുള്ള ടെക്സ്റ്റ് വെക്കാം. അതറിയാൻ പറ്റുകയാണ്. മൾട്ടിലൈൻ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത അത് ശരിക്കും എഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ കാണുന്ന രീതിയിൽ തന്നെ എല്ലാ രീതിയിലും ഓരോ വേർഡും ഓരോ ലെറ്ററും വരെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ജനറൽ നോട്ട്സ് കൊടുക്കാം. എൻ്റർ അടിക്കാം. അടുത്തത് 1 എന്നടിച്ച് കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കാം. ആദ്യത്തെ നോട്ട് ഓൾ വർക്ക് ഷാൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. യൂണിഫോം ബിൽഡിംഗ് കോഡ്
കോഡ് എന്ന് കൊടുക്കാം. അടുത്ത എൻ്റർ അടിച്ചാൽ രണ്ടാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റും, രണ്ടാമത്തെ പോയിന്റ് കിട്ടും. അതിന് നമുക്ക് റൂഫ് ക്യാൻ ബി ബിൽഡ് ടു ബി സ്റ്റീപ്പർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ക്ലോസ് ചെയ്യാം. അതിന് ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ ക്ലിക്ക് ചെയ്യാൻ ചെയ്യും. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഇത് എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഇതിനകത്ത്. ഇനി ഇവിടെ ഈ ജനറൽ നോട്ട്സ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ, ഇതിപ്പോൾ ഒരേ അടിയിലാണ് വെക്കണം. അത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 1.5 അടി ആക്കാം. 1.6 എൻ്റർ. ഇപ്പോൾ ജനറൽ നോട്ട്സ് എന്നുള്ളത് 1.5 അടി ആക്കി. ഇനി അത് വേണമെങ്കിൽ നമുക്കിനി അപ്പർ കേസ് ആക്കാം. ഇനി ഇതിൻ്റെ ഓൾ എന്നുള്ള എ മാത്രം നമുക്ക് അപ്പർ കേസ് ആക്കാം. എല്ലാം നമുക്ക് മറ്റേ ഇതിലേക്ക് ചെയ്യുന്ന ഫോട്ടോഷോപ്പിലും അതുപോലെ തന്നെ ടെക്സ്റ്റിലും മറ്റേ MS വേർഡിലും ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യാൻ പറ്റും. ഈ റൂഫിനും അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അപ്പർ കേസ് ആക്കാം. ഇങ്ങനെ ആക്കാം. ഇനി നമുക്ക് റൂഫ് എന്നുള്ളത് വേണമെങ്കിൽ, റൂഫ് എന്നല്ല, നമുക്ക് വേണമെങ്കിൽ ഈ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ അക്കോർഡൻസ് വിത്ത് എന്നുള്ളതിന് ഇതിനെല്ലാം നമുക്ക് ചെയ്യാം. യൂണിഫോം ബിൽഡിംഗ് കോഡ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇറ്റാലിക്സ് ആക്കാം. ഇനി ശരിക്കും ജനറൽ നോട്ട്സ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് വേറെ കളറിലേക്ക് ആക്കാം. ബൈ ലെയറിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും കളർ എടുത്താൽ മതിയാവും. ഇങ്ങനെ ആക്കാം. ഇനി ഓരോന്ന് ഇതേപോലെ നമുക്ക് ചെയ്യാം. ജനറൽ നോട്ട്സ് ബൈ വേർഡിൽ നമുക്ക് വേറെ കളർ എടുക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓരോന്നും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. റൂഫ് എന്നുള്ളത് മാത്രം നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ കൃത്യമായതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ രീതിയിലാണ് നമ്മൾ ഈ മൾട്ടിലൈൻ ടെക്സ്റ്റ് ചെയ്യുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എല്ലാ രീതിയിലും അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. മൾട്ടിലൈൻ ടെക്സ്റ്റിൻ്റെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി സൂം ചെയ്യാം. നമുക്ക് സൂം എൻ്റർ എക്സ്റ്റെൻഡ് എൻ്റർ. അപ്പം നമ്മൾ ഇത് സൂം ചെയ്ത് കഴിഞ്ഞു. ഇനി 90% സൂം ചെയ്യണമെങ്കിൽ സൂം എൻ്റർ 0.9x എൻ്റർ. ഇപ്പോൾ 90% സൂം ചെയ്ത് കഴിഞ്ഞു. ഈ Ctrl+9 അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒഴിവാക്കാം. നമ്മുടെ കമാൻഡിൻ്റെ ഒഴിവാക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്തത്. കൃത്യമായിട്ട് ടെക്സ്റ്റിനെ കുറിച്ച് ചെയ്ത കാര്യങ്ങളാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.